വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കാണിക്കുന്നത്. പൊട്ടാറ്റോയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, ഏകദേശം അതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം തിക്കുമല്ല, അധികം നല്ല തിന്നുമായിട്ടുമല്ല കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഒരു സോസ് പാനിൽ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആ പൊട്ടാറ്റോ ഇട്ടിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. നല്ലോണം വെന്തോടെയൊന്നും വേണ്ട, ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ വെന്തോടഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരിയെടുക്കുക. നന്നായിട്ടൊന്ന് വെള്ളം കളഞ്ഞിട്ട് കോരിയെടുക്കണേ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2 നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇല്ലേ, വേവിച്ചെന്നല്ല ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത പൊട്ടാറ്റോ അത് ഇതിലേക്ക് ചേർക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് 2 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്താലും മതി, ആ ഒരു ക്രിസ്പിനെസ് തന്നെ കിട്ടിക്കോളും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസും മുളകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇല്ലേ, അതിന്ന് ഓരോ പീസായിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കോട്ടായി കിട്ടണം. എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് കോട്ട് ചെയ്തെടുത്താലും മതി. പക്ഷെ നമ്മൾ ആ വെള്ളത്തോടെ എടുക്കുമ്പം ബ്രെഡ് ക്രംസ് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈസി ആയിട്ടാണ് നമുക്ക് അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഫ്രീസറിൽ ഇത് സൂക്ഷിക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലൊന്നല്ല, മീഡിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ടിഷ്യൂ പേപ്പറിലേക്കോ പിന്നെ അരിപ്പയിലേക്കോ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരമാണ്. പിന്നെ പൊട്ടാറ്റോ എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്